രക്ഷാപ്രഭു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ പ്രഭു? പ്രഭു കേൾക്കുന്നില്ല, സൗണ്ട് ഇല്ല. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ ശബ്ദമില്ല. ഇങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് ഞാൻ ഇടപെട്ടിട്ടാണ് നിങ്ങൾക്ക് ദുഃഖിച്ചിട്ടുള്ളത്. കേൾക്കാം പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു സൗണ്ട് ഇല്ലല്ലോ, എനിക്ക് മാത്രമാണ്. ബാക്കി എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു, സൗണ്ട് ഇല്ല കേട്ടോ, സൗണ്ട് ഇല്ല. ഇപ്പൊ തിരക്കട്ടെ. ക്ലിയർ അല്ല പ്രഭു, ക്ലിയർ ഇല്ല. ഹരേ കൃഷ്ണ, ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം പ്രഭു, ഇപ്പൊ കേൾക്കാം. ഓക്കെ. ഐ തിങ്ക് there is some problem in my device. ഓക്കെ, സോറി, എല്ലാവരും ക്ഷമിക്കുക. സോ ഹരേ കൃഷ്ണ, എല്ലാവരും ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ നിതി നാമിനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഓം ജ്ഞാനദിവ്യാനന്ദസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. കഥാഞ്ജനസ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ജയ ശ്രീ ചൈതന്യം നമാമിതം. ഹരേ കൃഷ്ണ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ നമ്മള് ഇന്ന് ചൈതന്യ ചരിതാമൃതത്തില് ഇന്ന് മനോഹരമായ മറ്റൊരു ഭാഗം നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 3-ാമത്തെ അധ്യായത്തിന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാനൊരു ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു, ഭഗവാൻ ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിന് 2 പ്രധാന കാരണങ്ങളാണ്. ഒന്ന് ഇന്റേണൽ റീസൺസ്, ആന്തരികമായ കാരണവും, പിന്നെ 2 എക്സ്റ്റേണൽ ആയിട്ടുള്ള റീസൺസും. അങ്ങനെ 2 തരത്തിലുള്ള കാരണങ്ങളാണ്
ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിക്കുവാനായിട്ട് ഉണ്ടായത്. സോ അതുകൊണ്ട് അതിൽ ഇന്ന് നമ്മൾ ഈ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ റീസൺസ് ഫോർ ലോർഡ് ചൈതന്യാസ് അപ്പിയറൻസ്. ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ അവതാരത്തിന്റെ ബാഹ്യമായ കാരണങ്ങളെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് നമ്മൾ ഈ ആദി ലീലയിലെ 3-ാമത്തെ അധ്യായത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഇന്ന് എനിക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്ന 36-ാമത്തെ ശ്ലോകം മുതൽ എടുക്കണം എന്നുള്ളതാണ്. സോ അതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 35 മുതൽ അടുത്ത ഒരു 4-5 ശ്ലോകങ്ങളിൽ ഗർഗമുനിയുടെ പ്രഡിക്ഷനാണ്. ചൈതന്യ മഹാപ്രഭുവായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കും എന്ന് ഗർഗമുനി ഭഗവാന്റെ നാമകരണ സമയത്ത് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്. സോ അതുകൊണ്ട് 35-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ക്ലാസ് 35-ാമത്തെ ശ്ലോകം എടുത്തതാണ് എന്ന് മാധി പറഞ്ഞു. സോ ഇന്ന് 36-ാമത്തെയാണ് എടുക്കേണ്ടത്. പക്ഷേ എങ്കിലും ഈ ഒരു സെഷൻ 35 മുതൽ 40 വരെ ആയതുകൊണ്ട് 35-ാമത്തെ ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ശ്ലോകം 35 ആദിലീല അധ്യായം 3 ശ്ലോകം 35. താൻരയുഗ അവതാര ജാനി ഗർഗ മഹാശയ കൃഷ്ണേരാനാമകരേണ കരിയാച്ചേ നിർണയ. അവിടുന്ന് ശ്രീ ചൈതന്യൻ കലിയുഗത്തിന്റെ അവതാരമാണെന്നറിഞ്ഞ ഗർഗമുനി കൃഷ്ണന്റെ നാമകരണ വേളയിൽ അവിടുത്തെ ആവിർഭാവം പ്രവചിച്ചിരുന്നു. സോ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി പറയുകയാണ്, അവിടുന്ന് അതായത് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയുകയാണ്, കലിയുഗത്തിന്റെ അവതാരമാണെന്ന് അറിഞ്ഞ ഗർഗമുനി കൃഷ്ണന്റെ നാമകരണ വേളയിൽ അവിടുത്തെ ആവിർഭാവം പ്രവചിച്ചിരുന്നു. സോ ശ്ലോകം 36. ആസൻ വർണ്ണാസ്ത്രയോ ഗൃഹ്യ ഗൃഹ്ണതോനു അനുയുഗം തനു ശുക്ലോ രക്തസ്തദാപീത ഇദാനിം കൃഷ്ണതാം ഗതഃ. ഈ ബാലകന്, അതായത് ഗർഗമുനി ആ സമയത്ത് അവസരത്തിൽ പറയുകയാണ്, ഈ ബാലകന് അതായത് കൃഷ്ണൻ മറ്റ് യുഗങ്ങളിൽ വേറെയും 3 വർണ്ണങ്ങളുണ്ട്, വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ. ഇപ്പോൾ അവിടുന്ന് അതീന്ദ്രിയമായ ശ്യാമവർണ്ണത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സോ ഇവിടെ ഗർഗമുനി പറയുകയാണ്, ഭഗവാൻ കൃഷ്ണന് മറ്റ് 3 യുഗങ്ങളില് വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ എന്ന് ഈ 3 നിറങ്ങളിൽ 3 യുഗങ്ങളിലായിട്ട് അവതരിക്കുന്നു എന്ന് ശ്രീമദ് ഭാഗവത്തിൽ 10-ാമത്തെ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ നിന്നുള്ളതാണ്. ഈ ശ്ലോകം സ്പെഷ്യൽ പ്രഭുപാദത്തിന്റെ പ്രപ്പോർട്ടിൽ പറയുന്നുണ്ട്. സോ ഈ 3 വർണ്ണങ്ങളെ കുറിച്ചിട്ടുള്ള അടുത്ത എന്താണെന്ന് നമുക്ക് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി പറയുന്നത് എന്താണ്? 37-ാമത്തെ ശ്ലോകം നോക്കുന്നു. ശുക്ലരക്തപീതവർണ്ണ ഏയി തീന ദ്യുതി സത്യത്രേത കാലി കാലേ ധരണേ ശ്രീപതി. സോ എന്താണ് പറയുന്നത്? ശുക്ലരക്തപീതവർണ്ണ ഏയി തീന ഗുദ്യുതി സത്യേ ത്രേത കലികാലേ. സോ ദ്വാപരയുഗത്തിലെ അവതാരം, അതായത് മുമ്പത്തെ ശ്ലോകത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ശ്രീ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ഇവിടെ പറയുന്നത്. മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ശുക്ലോ രക്തസ് തഥാ പീത, ഈ 3 വർണ്ണങ്ങൾ മറ്റു 3 യുഗങ്ങളിൽ എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആരെടുക്കുന്നു എന്നാണ് പറയുന്നത്? ഭഗവാൻ കൃഷ്ണൻ. സോ ഭഗവാൻ കൃഷ്ണൻ ഇപ്പോൾ ഗർഗമുനി സംസാരിക്കുന്നത് ദ്വാപരയുഗത്തിൽ ഇരുന്നു കൊണ്ട്, ദ്വാപരയുഗത്തിൽ ഭഗവാൻ അവതരിച്ച് അല്ലെങ്കിൽ ഭഗവാൻ സ്വയം എഴുന്നള്ളി ഇരിക്കുന്നു. ആ ഒരു അവസരത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, മറ്റു 3 യുഗങ്ങളിൽ 3 വർണ്ണങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ പ്രത്യക്ഷനാകും എന്ന് പറയുന്നു. അപ്പൊ ശുക്ലോ രക്തസ്, ഇത് രണ്ടും കഴിഞ്ഞു. സത്യയുഗവും ത്രേതായുഗവും കഴിയുന്നു. പിന്നീട് ദ്വാപരയുഗത്തിലെ കൃഷ്ണൻ ഓൾറെഡി ഗർഗമുനിയുടെ മുൻപിലുണ്ട്. പീതവർണ്ണം കലിയുഗത്തിൽ അവതരിക്കുന്നു എന്നാണ്. ശുക്ലരക്ത പീതവർണ്ണ ഏയിന്ദിന ദ്യുതി സത്യത്രേത കലികാലേ ധരണ ശ്രീപതി. സോ വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ, ഈ 3 ശാരീരിക വർണ്ണങ്ങളാണ് ലക്ഷ്മീപതിയായ ഭഗവാൻ സത്യ, ത്രേത, കലിയുഗങ്ങളിൽ യഥാക്രമം കൈക്കൊള്ളുന്നത്. സോ ഇത് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി പറയുകയാണ്. 38-ാമത്തെ ശ്ലോകത്തില് ഇദാനീം ദ്വാപാരേ തിൻഹ ഹൈല കൃഷ്ണ വർണ്ണ ഏയി ശബ ശാസ്ത്രഗമ പുരാണേ രാഗമർമ്മ. സോ എന്താണ് പറയുന്നത്? ഇപ്പോൾ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്യാമവർണ്ണത്തിൽ അവതാരം കൊണ്ടിരിക്കുന്നു. പുരാണങ്ങളുടെയും ഇതര ശാസ്ത്ര ഗമങ്ങളുടെയും ഇത് സംബന്ധിച്ചുള്ള സാരാംശം ഇതാണ്. സോ ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ സ്വയം വന്നിരിക്കുന്നു. ഇനി ചൈതന്യ മഹാപ്രഭു കലിയുഗത്തില് ഭഗവാൻ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിക്കും എന്ന് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പൊ അതേ വ്യക്തി തന്നെ
ഇപ്പോൾ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്യാമവർണ്ണത്തിൽ അവതാരം കൊണ്ടിരിക്കുന്നു. സോ ഭഗവാൻ കൃഷ്ണൻ ഗർഗമുനിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം അത് മുമ്പ് പറഞ്ഞപ്പോൾ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി അതിനെ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. ദ്വാപേര ഭഗവാൻ ശ്യാമ പീതവാസ നിജായുധ ശ്രീവത്സാദിഭീർഷ അംഗൈശ്ച ലക്ഷ്മണൈർ ഉപലക്ഷിത. സോ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്യാമവർണ്ണത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. പീതാംബരങ്ങളും സ്വന്തം ആയുധങ്ങളും ധരിച്ച അവിടുന്ന് കൗസ്തുഭ രത്നത്താലും ശ്രീവത്സ മുദ്രകളാലും അലങ്കൃതമാണ്. ഇവയാണ് അവിടുന്നിനെ കുറിച്ച് വിവരിക്കപ്പെട്ടുള്ള ലക്ഷണങ്ങൾ. സോ ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ 40ാമത്തെ ശ്ലോകം ശിലപ്രഭാതിയുടെ ഭാവാർത്ഥം അത് നോക്കാം. ശ്രീമദ് ഭാഗവത്തിൽ 11:5-27 നിന്നുള്ള ഈ ശ്ലോകം ഭഗവാന്റെ വിവിധ യുഗങ്ങളിലെ വ്യത്യസ്ത സവിശേഷതകളെ കുറിച്ച് നവയോഗേന്ദ്രന്മാരിൽ ഒരുവനായിരുന്ന കരഭാജന മുനി നിമി മഹാരാജാവിന് വിശദീകരണം നൽകിയപ്പോൾ പറഞ്ഞതാണ്. ശ്രീമദ് ഭാഗവത്തിൽ പറയുന്ന ശ്ലോകമാണ്. ദ്വാപരേ ഭഗവാൻ ശ്യാമ പീതവാസ നിജായുധ ശ്രീവത്സാദിഭിർ അംഗൈശ്ച ലക്ഷണൈർ ഉപലക്ഷിത. സോ അത് പറയുന്നത് ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്യാമവർണ്ണത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. പീതാംബരങ്ങളും സ്വന്തം ആയുധങ്ങളും ധരിച്ച അവിടുന്ന് കൗസ്തുഭരത്നത്താലും ശ്രീവത്സമുദ്രകളാലും അലങ്കൃതമാണ്. ഇവയാണ് അവിടുന്നിനെ കുറിച്ച് വിവരിക്കപ്പെട്ടുള്ള ലക്ഷണങ്ങൾ. 40ാമത്തെ ശ്ലോകം വരെ നമ്മൾ പറഞ്ഞ ഗർഗമുനിയുടെ പ്രഡിക്ഷനെ കുറിച്ച് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കലിയുഗേ യുഗധർമ്മ നാമേര പ്രചാര തഥിലാഗി പീതവർണ്ണ ചൈതന്യ അവതാര. സോ ദിവ്യനാമ മഹിമ പ്രചാരണമാണ് കലിയുഗത്തിലെ യുഗധർമ്മം. ഈ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ഭഗവാൻ പീതവർണ്ണത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ചിരിക്കുന്നത്. സോ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറയുകയുണ്ടായി, നമ്മുടെ 3 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഓരോ ഗ്രന്ഥം ഭഗവത്ഗീത എവിടെ അവസാനിക്കുന്നുവോ അവിടെ ശ്രീമദ് ഭാഗവതം സ്റ്റാർട്ട് ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതം എവിടെ അവസാനിക്കുന്നു അവിടെ ചൈതന്യ ചരിതാമൃതം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രധാന അവതാര ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് തന്നെ ഭഗവത് നാമ പ്രചാരമാണ്. സോ ഇവിടെ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി പറയുന്നു, കലിയുഗ യുഗധർമ്മ നാമേര പ്രചാര തഥിലാഗി പീതവർണ്ണ ചൈതന്യ അവതാര. സോ ചൈതന്യ മഹാപ്രഭു എന്തിനാണ് അവതരിക്കുന്നത്? ശിലപ്രഭാതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നു, കലിയുഗത്തിൽ ഭഗവാന്റെ നാമസങ്കീർത്തനമാണ് ഏവർക്കും പ്രായോഗികമായ ധർമ്മം. ഈ യുഗത്തിൽ ശ്രീ ചൈതന്യനാണ് ഇത് അവതരിപ്പിച്ചത്. ഭക്തിയോഗം യഥാർത്ഥത്തിൽ ദിവ്യനാമ കീർത്തനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് മധ്വാചാര്യർ മുണ്ടകോപനിഷത്തിന് നൽകിയ വ്യാഖ്യാനത്തിൽ സ്ഥിരീകരിക്കുന്നു. അദ്ദേഹം നാരായണ സംഹിതയിൽ നിന്ന് താഴെ കൊടുത്തിട്ടുള്ള ശ്ലോകം ഉദ്ധരിക്കുന്നു. ദ്വാപരീയൈർജനൈർ വിഷ്ണു പഞ്ചരാത്രൈസ്തു കൈവലൈ കലോത്തു നാമ മാത്രേണ പൂജ്യതേ ഭഗവാൻ ഹരിഹി. ദ്വാപരയുഗത്തിൽ ജനങ്ങൾ നാരദ പഞ്ചരാത്രത്തിലെയും മറ്റു വിധിപ്രകാരം മാത്രം വിഷ്ണുവിനെയും ആരാധിക്കണം. എന്നാൽ കലിയുഗത്തിൽ ജനങ്ങൾ ഭഗവാന്റെ ദിവ്യനാമങ്ങൾ കീർത്തനം ചെയ്യുക മാത്രം മതിയാകും. ഹരേ കൃഷ്ണ മഹാമന്ത്രം പല ഉപനിഷത്തിൽ പ്രത്യേകം നിർദ്ദേശിച്ചിരിക്കുന്നു. കലിസന്ധരണ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ഷോഡശകനാംനാം കലികൽമഷനാശനം നാഥ പരതരൂപയഃ സർവവേദേഷു ദൃശ്യതേ. എല്ലാ വൈദിക സാഹിത്യങ്ങളും പരിശോധിച്ചാലും ഒരുവന് ഈ യുഗത്തിൽ ഹരേ കൃഷ്ണ ജപത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ധാർമ്മിക സമ്പ്രദായം കണ്ടെത്താൻ കഴിയുകയില്ല. സോ വളരെ മനോഹരമായ ഈ ശ്ലോകം കലിസന്ധരണ ഉപനിഷത്തിലെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശില പ്രഭുപാദ് കോട്ട് ചെയ്യുകയാണ്. കാരണം ഇവിടെ കലിയുഗത്തിലെ ധർമ്മത്തിനെ കുറിച്ചിട്ടാണ് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചിരിക്കുന്നത് എന്നും അവിടെ പറയുന്നു. അടുത്തത് കാണാൻ പോകുന്നത് ഇനി ഭഗവാന്റെ വളരെ സൗന്ദര്യത്തോടു കൂടിയുള്ള ആ ആകാര ഭംഗി അല്ലെങ്കിൽ ശരീരത്തിന്റെ വർണ്ണനകൾ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ഇവിടെ നമുക്ക് 41 മുതൽ ഒരു അടുത്തൊരു 4-5 ശ്ലോകങ്ങളിൽ അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും അദ്ദേഹം ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. ഈവൻ ഇതിനകത്തില് നമുക്ക് വരുമ്പോഴത്തേക്ക് കാണാം എങ്ങനെയൊക്കെയാണ് അദ്ദേഹം അതിനെ കുറിച്ച് വർണ്ണിക്കുന്നത്. തപ്തഹേമ സമകാന്തി പ്രകാണ്ഡ ശരീര നവമേഘ ജിനി കണ്ഠ ധ്വനീയ ഗംഭീര. എന്താണ് പറയുന്നത്? തപ്തഹേമ സമകാന്തി പ്രകാണ്ഡ ശരീര നവമേഘ ജിനി കണ്ഠ ധ്വനീയ ഗംഭീര. അവിടുത്തെ വിശാലമായ തിരുമേനിയുടെ കാന്തി ഉരുകിയ സ്വർണത്തിന് സമാനമാണ്. അവിടുത്തെ ഘനഗംഭീര ശബ്ദം ഇടിമുഴക്കത്തെയും കീഴടക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ ഭംഗിയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യത്തെ കുറിച്ചിട്ട്
അവിടെ വർണ്ണിക്കുകയാണ് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി. എന്തൊക്കെയാണ് പറയുന്നത്? അവിടുത്തെ വിശാലമായ തിരുമേനിയുടെ കാന്തി ഉരുകിയ സ്വർണത്തിന് സമാനമാണ്. സോ മോൾട്ടഡ് ഗോൾഡൻ കളർ, അതാണ് ഗൗരാംഗ മഹാപ്രഭു എന്ന് പറയുന്നത്. ഗൗരാംഗ എന്ന് വെച്ചാൽ മോൾട്ടഡ് ഗോൾഡൻ കളർ, അതാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ കളറ്. അവിടുത്തെ ഘനഗംഭീര ശബ്ദം ഇടിമുഴക്കത്തെയും കീഴടക്കുന്നു. അതിന്റെ ശബ്ദം വളരെ ഗംഭീരം നിറഞ്ഞതാണ്. ദൈർഘ്യ വിസ്താരേയി അപനരഹത ചാരിഹസ്തഹയ മഹാപുരുഷ വിഖ്യാത. സോ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഒരു മിനിറ്റ്, ജസ്റ്റ് 1 second, ഹോൾഡ് ഓൺ. ഹരേ കൃഷ്ണ, സോറി. സോ ഇവിടെ പറയുന്നത് സ്വന്തം മുഴങ്കൈയുടെ 4 ഇരട്ടി ഉയരവും വണ്ണവുമുള്ള ഒരുവൻ ഒരു മഹാപുരുഷനായി പ്രകീർത്തിക്കപ്പെടുന്നു. സോ ഇത് ശാസ്ത്രത്തില് പല സ്ഥലങ്ങളിൽ വർണ്ണിക്കുന്നതാണ്. അതായത് ആരുടെയാണോ, അതായത് ഇവിടെ പറയുന്നത് സ്വന്തം മുഴങ്കൈയുടെ 4 ഇരട്ടി ഉയരം. സോ തന്റെ കൈയുടെ, അപ്പം അത് നോർമലി പറയുന്നത് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈയുടെ വിരൽ, അതായത് കൈയുടെ വിരലിന്റെ അറ്റം കാൽമുട്ടിന് താഴെ വരെ പോവുകയാണ് എങ്കിൽ, കാൽമുട്ടിന് താഴേക്ക് ഇറങ്ങിക്കിടക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹം വളരെ പ്രസിദ്ധനും മഹാത്മാവുമായിരിക്കും എന്ന്, അല്ലെങ്കിൽ വളരെ പ്രശസ്തനാകും എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി അത് തന്നെ പറയുന്നത് സ്വന്തം മുഴങ്കൈയുടെ 4 ഇരട്ടി ഉയരവും വണ്ണവുമുള്ള ഒരുവൻ ഒരു മഹാപുരുഷനായി പ്രകീർത്തിക്കപ്പെടുന്നു. സോ ഇത് മറ്റൊരു ശ്ലോകത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും അറിയാമോ? വേറെ ഏതെങ്കിലും ശ്ലോകത്തില് ഇതെവിടെയെങ്കിലും കേട്ടതായിട്ട് ആർക്കെങ്കിലും അറിയാമോ? ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ഒരു ശരീരഭംഗിയുടെ ഡിസ്ക്രിപ്ഷൻ. ഹരേ കൃഷ്ണ, ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ? അറിയാമോ? ഹരേ കൃഷ്ണ, ഞാൻ കേട്ടിട്ടില്ല പ്രഭു, ഓർമ്മയില്ല. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കേട്ടോ? വേറെ ആരെങ്കിലും? ഓക്കെ, വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്. ആജാനുലംബിത ഭുജൗ കനകാവതാരോ സങ്കീർത്തനൈക പിതരൗ കമലായതാക്ഷോ വിശ്വംഭരോ ദ്വിജവരോ യുഗധർമ്മപാലോ വന്ദേ ജഗത് പ്രിയകരോ കനകാവതാരോ. ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അതായത് ഇത് ചൈതന്യ ഭാഗവത്തിലെ ശ്ലോകമാണ്. ആജാനുലംബിത ഭുജൗ. So his hands are too long. I offer my respectful obeisance unto Sri Chaitanya Mahaprabhu and Sri Nityananda Prabhu, whose arms extend down to their knees. അതായത് അദ്ദേഹത്തിന് അവരുടെ കൈകൾ മുട്ടോളം, കാൽമുട്ടോളം നീളമുണ്ട്. Have golden yellow complexion, and who inaugurated the congregational chanting of the holy names of the Lord. Their eyes resembles the petals of the lotus flower. They are the maintainers of the living entities, the best of the Brahmanas, the protectors of religious principles for this age, the benefactors of the universe, and the most merciful and of all incarnations. So അത് പറയുന്നത് വളരെ മനോഹരമായ ഒരു ശ്ലോകമാണിത്. എന്താണ്? ആജാനു ലംബിത ഭുജോ കനകാവതാരോ സങ്കീർത്തനൈക പിതരോ കമലായകാക്ഷോ വിശ്വംഭരോ ദ്വിജവരോ യുഗധർമ്മപാലോ വന്ദേ ജഗത് പ്രിയകരോ കരുണാവതാരോ. ഹരേ കൃഷ്ണ. വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. അപ്പൊ ഇത് റിസംബിൾ ചെയ്യുന്നുണ്ട്, ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ അതിൽ പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും കൈകളുടെ നീളം, അല്ലെങ്കിൽ കൈകൾ താഴ്ത്തി ഇട്ട് കഴിഞ്ഞാൽ കാൽമുട്ടിനോളം എത്തുന്നു. ഇവിടെ അത് തന്നെ സ്വന്തം മുഴങ്കയുടെ 4 ഇരട്ടി ഉയരവും വണ്ണവുമുള്ള ഒരുവൻ ഒരു മഹാപുരുഷനായി പ്രകീർത്തിക്കുന്നു. ദൈർഘ്യ വിസ്താരേയി അപനാരഹത ചാരിഹസ്തഹയ മഹാപുരുഷ വിഖ്യാത. സോ 43-ാമത്തെ ശ്ലോകത്തില് ശ്രീ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി എന്താണ് പറയുന്നത്? നൃഗോധ പരിമണ്ഡല ഹയ താൻഡ്രനാമ നൃഗോധ പരിമണ്ഡല ത്വനു ചൈതന്യ ഗുണധാമ. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ന്യഗ്രോധ പരിമണ്ഡലം എന്ന് വിളിക്കുന്നു.
സർവ സദ്ഗുണങ്ങളുടെയും മൂർത്തിഭാവമായ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് നിർഗ്രോധ പരിമണ്ഡല ശരീരമാണുള്ളത്. സ്വയം മായാശക്തിയാൽ, ശിലപ്രഭുപാദരുടെ ഭാവാർത്ഥം, സ്വയം മായാശക്തിയാൽ ബദ്ധാത്മാക്കളെ പഞ്ചരബദ്ധരാക്കിയിരിക്കുന്ന ഭഗവാൻ അല്ലാതെ മറ്റാർക്കും ഈ ശാരീരിക സവിശേഷത ഉണ്ടാവുകയില്ല. ഈ സവിശേഷതകൾ തീർച്ചയായും സൂചിപ്പിക്കുന്നത് വിഷ്ണുവിന്റെ ഒരു അവതാരത്തെ അല്ലാതെ മറ്റാരെയുമല്ല. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നതിന് ശില പ്രഭുപാദ് പറയുന്നു, ഇത്രയും ഡിസ്ക്രിപ്ഷൻ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് സാക്ഷാൽ ഭഗവാൻ തന്നെ ആയിരിക്കണം, അല്ലാതെ മറ്റൊരാൾക്കും ഈ ഉള്ള സിംറ്റംസ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പറയുന്നത്. ആജാനുലംബുജ കമലലോചന തിലഭുല ജിനി നാസ സുധാംശുവദന. അവിടുത്തെ ഭുജങ്ങൾ കാൽമുട്ടുകൾ, അത് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അവിടുത്തെ ഭുജങ്ങൾ കാൽമുട്ടുകൾ വരെ നീളമുള്ളവയും കണ്ണുകൾ താമരയുതലുകൾ പോലെയും നാസിക എല്ലിൻ പൂവിന് സമാനവും മുഖം ചന്ദ്രനെ പോലെ സുന്ദരവുമാണ്. സോ വളരെ മനോഹരമായ ആജാനുലംബിത ഭുജ കമലലോചന തിലഫുല ജിനി നാസ സുധാംശു വദന. അവിടുത്തെ ഭുജങ്ങൾ കാൽമുട്ടുകൾ വരെ നീളമുള്ളവയും കണ്ണുകൾ താമര ഇതളുകൾ പോലെയും നാസിക എല്ലിൻ പൂവിന് സമാനവും മുഖം ചന്ദ്രനെ പോലെ സുന്ദരവുമാണ്. സോ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഗുണങ്ങൾ പറയുകയാണ്. അപ്പൊ 44-ാമത്തെ ശ്ലോകത്തിൽ വരെ ഭഗവാന്റെ ആ വർണ്ണന, ശരീരത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണന പറയുമ്പോൾ 45-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഭഗവാന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭുവിന് എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശാന്തദാന്ത കൃഷ്ണ ഭക്തി നിഷ്ഠപാരായണ ഭക്ത വത്സല സുശീല സർവഭൂതേ സമാ. എന്തൊക്കെയാണ്? ശാന്തദാന്ത കൃഷ്ണ ഭക്തി നിഷ്ഠപാരായണ ഭക്ത വത്സല സുശീല സർവഭൂതേ സമാ. അവിടുന്ന് ശാന്തനും ആത്മനിയന്ത്രണമുള്ളവനും കൃഷ്ണഭക്തി പരായണനും തന്റെ ഭക്തിയോട് തന്റെ ഭക്തന്മാരോട് വാത്സല്യമുള്ളവനും സൗമ്യനും എല്ലാ ജീവികളോടും സമഭാവനയുള്ളവനുമാണ്. സോ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ശാന്തസ്വരൂപമാണ്. സോ ദാന്ത എന്ന് പറഞ്ഞാൽ ഇത് ശാന്തദാന്ത എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾഡ് എന്നാണ് അർത്ഥം. ഇത് സെൽഫ് കൺട്രോൾഡ്. പിന്നെ കൃഷ്ണഭക്തി നിഷ്ഠപരായണ. സോ what is this? The main quality of Chaitanya Mahaprabhu is Krishna Bhakti Nishta Parayana. So completely devoted to Krishna Bhakti. Then Krishna Bhakta Valsalana. He is affectionate towards his devotees. Shushila means very gentle. Saumya, Sarvabhudeshama, Saumyanum, Pine, Sarvabhudeshama. So എല്ലാവരോടും ഈക്വൽ ആയിട്ട് അദ്ദേഹം കാണുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പൊ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്ന 41 മുതൽ 45 ഇനിയും അടുത്ത രണ്ട് ശ്ലോകം വളരെ പ്രധാനമായിട്ടുള്ളതാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇതുവരെ നമ്മൾ കണ്ടതിൽ എന്തൊക്കെയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുണങ്ങൾ കണ്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അദ്ദേഹം ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ കളറ് മോൾട്ടഡ് ഗോൾഡൻ കളറാണ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ അദ്ദേഹത്തിന്റെ ശരീരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ 4 മുഴം, തന്റെ മുഴത്തിന്റെ കൈയുടെ മുഴത്തിന്റെ 4 മടങ്ങ് അദ്ദേഹത്തിന്റെ ശരീരത്തിന് നീളം, അതുപോലെ തന്നെ ചെസ്റ്റിന്റെ വിസ്താരവും അത്രയും മനോഹരമായിട്ട് ഹൈറ്റും വിഡ്ത്തും അത്ര നല്ല ഇതായിട്ടുള്ളതാണെന്ന് ഭഗവാനെ കുറിച്ചിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കൈകൾ നീട്ടിക്കഴിഞ്ഞാൽ കാൽമുട്ട് വരെ എത്തും എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ ഗംഭീരമുള്ള ശബ്ദമാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കമലലോചനൻ അല്ലെങ്കിൽ താമരയുടെ ഇതളുകൾ പോലെയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്ന് പറയുന്നു. പിന്നെ കടുകിന്റെ പുഷ്പങ്ങൾ പോലെയാണ് അദ്ദേഹത്തിന്റെ മൂക്ക് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ മുഖം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനെ പോലെ സുന്ദരമാണ് എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പറയുന്നു ഡെക്കറേറ്റഡ് വിത്ത് anointed with sandalwood pulp and decorated with sandalwood bangles and armlets to dance in Sri Krishna Sankirtana. സോ അത് അദ്ദേഹത്തിന്റെ ശാരീരിക ഗുണങ്ങളെ കുറിച്ചിട്ട്, ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് പറയുന്നത്? ശാന്ത ദാന്ത കൃഷ്ണ ഭക്തി നിഷ്ഠപരായണ ഭക്തവത്സല സുശീല ആൻഡ് സർവഭൂതേശമ. സോ ഈ ഇത്രയും ക്വാളിറ്റീസ് ചൈതന്യ മഹാപ്രഭുവിന്റെ ക്വാളിറ്റീസ് ആണ്. വളരെ പീസ്ഫുൾ,
അദ്ദേഹത്തെ സെൽഫ് കൺട്രോൾഡ് ആണ്. കൃഷ്ണഭക്തിയിൽ ഏറ്റവും പരായണ. ഈസ് ഇൻ ദ ടോപ്പ് മോസ്റ്റ് കൃഷ്ണഭക്തി ആൻഡ് ഈസ് എ ഭക്ത വത്സല. ഈസ് വെരി ഡിയർ ടു ഓൾ ഹിസ് ഡിവോട്ടീസ്, അഫെക്ഷനേറ്റ് ടു ഹിസ് ഡിവോട്ടീസ്. ആൻഡ് ഈസ് സുശീല, ഈസ് വെരി ജെന്റിൽ, സൗമ്യമാണ്, വളരെ സൗമ്യനാണ്, ആൻഡ് വളരെ ജെന്റിലാണ് എല്ലാവരും ഡീൽ ചെയ്യുമ്പോൾ. സർവഭൂതേശമായി എല്ലാ ജീവജാലങ്ങളെയും നമുക്കറിയാം. മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ ചൈതന്യ ചരിതാമൃതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ സൗത്ത് ഇന്ത്യൻ യാത്രയിലേക്ക് വരുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈവൻ മൃഗങ്ങളോട് പോലും ഡീൽ ചെയ്തത്. ഇത് ആന്ധ്രാപ്രദേശിൽ സൗത്ത് ഇന്ത്യൻ യാത്രയിൽ അങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ ഫോറസ്റ്റിലൂടെ വരുമ്പോൾ വന്യമൃഗങ്ങൾക്ക് പോലും ഹരിനാമ സങ്കീർത്തനം കൊടുത്ത് അവരെ ആ ഹരിനാമ സങ്കീർത്തനത്തിന്റെ ആനന്ദ നൃത്തം ആടിച്ചുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു വന്നതെന്ന് എല്ലാ ലീലകളെല്ലാം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സോ സർവഭൂത ക്ഷമ, സോ ഈസ് ഈക്വൽ ടു ഓൾ ദ ലിവിങ് എൻറ്റിറ്റീസ്, നോട്ട് ദാറ്റ് ഈസ് ഓൺലി മെർസിഫുൾ ടു ഹ്യൂമൻ ബീയിങ്. മനുഷ്യർക്ക് മാത്രമല്ല, അദ്ദേഹം എല്ലാ സർവ്വ ജീവജാലങ്ങൾക്കും കൃപ നൽകി ഹരിനാമ സങ്കീർത്തനം എല്ലാവർക്കും നൽകിക്കൊണ്ടാണ് അദ്ദേഹം വന്നത് അല്ലെങ്കിൽ ജീവിച്ചിരുന്നത് നമ്മൾ കാണിത്തന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 47-ാമത്തെ ശ്ലോകം വരെ. 48-ാമത്തെ ശ്ലോകത്തില് പറയുന്നു, ദുയിലീല ചൈതന്യേരെ ആദി ആരശേഷ ദുയിലീലായ ചാരി ചാരി നാമ വിശേഷ. സോ ഇതിൽ പറയുന്നത് ചൈതന്യ മഹാപ്രഭു രണ്ട് പ്രധാനപ്പെട്ട രണ്ട് രീതിയിൽ അല്ലെങ്കിൽ രണ്ട് വിഭാഗമായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളെ വർണ്ണിക്കാം. എന്തൊക്കെയാണ്? ആദി ആരശേഷ, ആദിലീല ആൻഡ് ശേഷലീല. സോ എന്താണ്? ദ്വയി ലീല ചൈതന്യര. ചൈതന്യ മഹാപ്രഭുവിന് ദ്വി മീൻസ് ടു, രണ്ട് ലീലകളാണ് ചൈതന്യ മഹാപ്രഭു ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് ആദിലീല, ആര മീൻസ് ആൻഡ് ശേഷലീല. ശേഷലീല മീൻസ് അത് എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ചൈതന്യ മഹാപ്രഭുവിന്റെ സന്യാസം. 24th 24-ാമത്തെ വയസ്സ് വരെയുള്ള ആദിലീല, 24-ാമത്തെ വയസ്സ് കഴിഞ്ഞ് 25 മുതൽ അടുത്ത 24 വർഷമായി 48-ാമത്തെ വയസ്സ് വരെയുള്ളത് ശേഷലീല. അപ്പൊ അതാണ് ആദിലീലയും ശേഷലീലയും. അദ്ദേഹം ഡിറ്റർമൈൻ ചെയ്യുന്നത്, ആദിയും ശേഷയും ഡിറ്റർമൈൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സന്യാസ ദീക്ഷയാണ്, അല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കുന്നത് മുതലാണ്. സോ അതിനു മുമ്പുള്ള അപ്പം ലീലകൾക്ക് രണ്ട് വിഭാഗങ്ങളുണ്ട്. സോ ആദികാലത്തിലും അവസാനം, അതായത് ശേഷലീലയും, ആദിലീലയും ശേഷലീലയും. ഇതിൽ പറയുന്നത് ഇത് രണ്ടിലും ദ്വയിലീലായ ചാരി ചാരി നാമ വിശേഷ, രണ്ട് ലീലകളിലും അദ്ദേഹത്തിന് 4 പേരുകളുണ്ടത്രേ. ചൈതന്യ മഹാപ്രഭുവിന് ആദിലീലകളിൽ 4 പേരുണ്ട്, അന്ത്യലീലയിലും 4 പേരുണ്ട്. അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അതാണ് അതിനെക്കാട്ടിൽ മനോഹരം. സോ ദ്വയിലീല ചൈതന്യേര ആദി ആര ശേഷ ദ്വയിലീലായ ചാരി ചാരി നാമ ചാരി ചാരി നാമ വിശേഷ. 4 names ഈച്ച്. ആദിലീലയിൽ 4, അന്ത്യലീലയിൽ 4. അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? സുവർണ വർണ്ണ ഹേമാങ്കോ വർണ്ണവരാംഗ ചന്ദനാംഗതി സന്യാസകൃച്ഛമ ശാന്തോ നിഷ്ഠാപ ശാന്തി പരായണ. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമത്തിലാണ് ഇത് പറയുന്നത്. എന്താണ്? ഓക്കെ, സോറി, ഐ മിസ്ഡ് 47 ശ്ലോക. അവിടെ ഇതിൽ കുറിച്ച് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, 47 ശ്ലോകം എന്താണ്? ഏഷബഗുണലന മുനി വൈശംപായന സഹസ്രനാമേകൈല താൻഡ്രനാമ ഗണന. സോ ഈ ഭഗവാന്റെ ഈ ഗുണങ്ങളെല്ലാം ശ്രീ വൈശംപായനൻ, അതാണ് ശ്രീ വ്യാസദേവൻ, വൈശംപായനൻ സഹസ്രനാമേ കൈല താൻഡ്രേ നാമഗണന. സോ സഹസ്രനാമത്തിൽ ഇതിനെ കുറിച്ചെല്ലാം വർണ്ണനകൾ കൊടുത്തിട്ടുണ്ട് എന്ന് കൃഷ്ണാസ് കവിരാജ് ഗോസ്വാമി ഓൾറെഡി പറയുന്നുണ്ട്. സോറി, മിസ്ഡ് ദാറ്റ് ശ്ലോക. സോ അത് കഴിഞ്ഞിട്ടാണ് ഈ 2 ലീലകളിലും 4 പേരുകളുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നു. സുവർണവർണ്ണോ ഹേമാങ്കോ വരാംഗ ചന്ദനാംഗതി സന്യാസകൃച്ഛമ ശാന്തോ നിഷ്ഠ ശാന്ത ഭ്രാന്തിപരായണ. സോ അതിന്റെ വിവർത്തനം എന്താണ്? ആദ്യകാല ലീലകളിൽ അവിടുന്ന് സ്വർണവർണ്ണമുള്ള ഒരു ഗൃഹസ്ഥനായി പ്രത്യക്ഷപ്പെടുന്നു. അവിടുത്തെ തിരുവുടലിലെ അംഗങ്ങൾ സുന്ദരമാണ്. ചന്ദനക്കുഴമ്പിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ശരീരം ഉരുക്കിയ സ്വർണം പോലെ കാണപ്പെടുന്നു. പിൽക്കാല ലീലകളിൽ അവിടുന്ന് സന്യാസം സ്വീകരിക്കുകയും സമചിത്തനും ശാന്തനുമാകുന്നു. ശാന്തിയുടെയും ഭക്തിയുടെയും അത്യുന്നത ഗേഹമായ അവിടുന്ന് അവ്യക്തിഗതവാദികളായ അഭക്തരെ നിശബ്ദരാക്കുന്നു. സോ അവിടെ ചൈതന്യ മഹാപ്രഭു എന്താണ് ചെയ്യാൻ പോകുന്നത്? സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആദ്യ ലീലയിലെ 4 പേരും അന്ത്യലീലയിലെ അല്ലെങ്കിൽ ശേഷലീലയിലെ 4 പേരും എന്താണെന്ന് ഈ
ഇതാണ് സഹസ്രനാമം. വിഷ്ണു സഹസ്രനാമത്തിലെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് പറയുന്നത്? ആദിലീലയിൽ പറയുന്നു സുവർണവർണോ ഹേമാങ്കോ വരാംഗ ചന്ദനാംഗതി. ഇത് നാലുമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആദിലീലയിലെ 4 പേരുകൾ. എന്താണ്? സുവർണവർണോ, ഹൂ ഇസ് ഇൻ ഗോൾഡൻ കളർ. സുവർണവർണ്ണ. ഹേമാങ്കോ, ആരുടെ ശരീരമാണോ ഉരുക്കിയ സ്വർണത്തിന്റെ കളർ ഉള്ളവൻ. ഹേമാങ്ക. സോ സുവർണവർണോ, that means who is in the color of gold, golden color. ഹേമാങ്കോ, ഒന്നുകൂടി ഒരു അഡ്ജക്റ്റീവ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഒന്നുകൂടെ അഡീഷണൽ ആയിട്ടൊരു ഇത് കൊടുക്കുകയാണ്. എന്താണ്? ഹേമാങ്കോ മീൻസ് ഈസ് എ മോൾട്ടഡ് ഗോൾഡൻ കളർ. വരാംഗ. വരാംഗ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ അത്യന്ത സുന്ദരമുള്ള ശരീരമുള്ളവൻ. സോ ഹിസ് bodily features are very beautiful, special features are there. ചന്ദന അംഗതി, ചന്ദന കുഴമ്പിനാൽ അഭിഷേകം ചെയ്ത. സോ ചന്ദനക്കുഴമ്പിനാൽ അഭിഷേകം ചെയ്തിരിക്കുന്നത്. സോ ഈ 4 പേരുകളാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് ആദിലീലയിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? സുവർണവർണ്ണ, ഹേമാംഗ, വരാംഗ, ചന്ദനാംഗതി. സോ ദീസ് ആർ ദ 4 names. ഇനി അടുത്തത് എന്താണ്? സന്യാസകൃത് ശമ ശാന്തോഷ് നിഷ്ഠ ശാന്തിപരായണഃ. സോ വാട്ട് ആർ ദോസ് നെയിംസ്? സോ the 4 names is സന്യാസകൃത്, who has accepted the sannyasa, അല്ലെങ്കിൽ സന്യാസ ജീവിതം നയിക്കുന്നവൻ. സന്യാസകൃത്. ശമ means he is very ശാന്ത, സമചിത്തത. ഇറ്റ്സ് ലൈക്ക് equilibrium, അല്ലെങ്കിൽ is very സമചിത്തത പാലിക്കുന്നവൻ, അതാണ് ശമ. Then what he says, ശാന്ത is very peaceful, അല്ലെങ്കിൽ ശാന്ത സ്വഭാവത്തോടു കൂടിയ. പിന്നെ നിഷ്ഠ ശാന്തിപരായണഃ. നിഷ്ഠ means his bhakti is very stable in his bhakti. അതായത് അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ 4 പേരുകൾ അല്ലെങ്കിൽ 8 പേരുകളാണ് ചൈതന്യ മഹാപ്രഭു. ആദ്യത്തെ 4 പേരുകൾ ആദിലീലയിലും ആദിലീലകളിലും, പിന്നീട് അടുത്ത 4 പേരുകൾ ശേഷലീലകളിലും. സോ ഇനി ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥം നമുക്ക് ക്വിക്കായിട്ടൊന്ന് വായിക്കാം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഇത് മഹാഭാരതത്തിൽ നിന്നുള്ള ശ്ലോകമാണ്. ദാനധർമ്മ വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ശ്രീല ബലദേവ വിദ്യാഭൂഷണൻ തന്റെ നാമാർത്ഥസുത എന്ന വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനത്തിൽ ഉപനിഷത്തുകൾ നൽകുന്ന തെളിവുകൾ അനുസരിച്ച് ചൈതന്യ മഹാപ്രഭു ഭഗവാൻ തന്നെ എന്ന് ഉറപ്പിച്ചു പറയുന്നു. സുവർണവർണ്ണ എന്നാൽ തങ്കം പോലുള്ള തിരുമേനി എന്നാണ് അർത്ഥമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. യഥാ പശ്യതേ രുക്മവർണം കർത്താരം ഈശം പുരുഷം ബ്രഹ്മയോനിം. മുണ്ടകോപനിഷത്ത് 3:1-3 എന്ന വൈദിക അനുശാസനവും ഉദ്ധരിക്കുന്നു. രുക്മവർണം, കർത്താരം, ഈശം എന്നീ പദങ്ങൾ ഉരുക്കിയ സ്വർണവർണ്ണമുള്ള പരമദിവ്യോത്തമ പുരുഷൻ എന്നാണ് പ്രതിപാദിക്കുന്നത്. പുരുഷം എന്നാൽ പരമപുരുഷനായ ഭഗവാൻ എന്നും ബ്രഹ്മയോനിം എന്നത് പരബ്രഹ്മമാണെന്നും സൂചിപ്പിക്കുന്നു. ഈ തെളിവുകളും മഹാപ്രഭു ഭഗവാൻ കൃഷ്ണനാണെന്ന് സ്പഷ്ടമാക്കുന്നു. ഹൃദയഹാരിയാണെന്നും സുവർണവർണ്ണോ എന്ന പദം ധ്വനിപ്പിക്കുന്നു. വരാംഗ എന്ന വാക്കിന്റെ അർത്ഥം അനുപമമായ സൗന്ദര്യം എന്നാണെന്ന് ശ്രീല ബലദേവ വിദ്യാഭൂഷണൻ വിശദീകരിക്കുന്നു. ശ്രീ ചൈതന്യൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചത് തന്റെ ദൗത്യം പ്രചരിപ്പിക്കുവാനായിരുന്നു. അവിടുത്തെ സമചിത്തതയ്ക്ക് നാനാവിധ അർത്ഥങ്ങളുണ്ട്. ആദ്യത്തേത് അവിടുന്ന് പരമപുരുഷനായ ഭഗവാന്റെ രഹസ്യ സത്യം വിവരിക്കുന്നു. രണ്ടാമത്തേത് അവിടുന്ന് കൃഷ്ണജ്ഞാനത്താലും ഭക്തിയാലും എല്ലാവരെയും സംതൃപ്തരാക്കുന്നു. അവിടുന്ന് ശാന്തി പരായണനുമാണ്. എന്തുകൊണ്ടെന്നാൽ കൃഷ്ണന്റെ സേവനത്തോട് ബന്ധമില്ലാത്ത എല്ലാ വിഷയവും അവിടുന്ന് പരിത്യജിക്കുന്നു. നിഷ്ഠ എന്ന വാക്ക് അവിടുന്ന് ശ്രീകൃഷ്ണന്റെ ദിവ്യനാമ കീർത്തനത്തിൽ അയവില്ലാതെ ഉറച്ചിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് ശ്രീല ബലദേവ വിദ്യാഭൂഷണൻ വിശദീകരിച്ചിട്ടുണ്ട്. ഭക്തിയുത സേവനത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന എല്ലാ എതിരാളികളെയും, പ്രത്യേകിച്ചും ഭഗവാന്റെ സാകാര വിശേഷതയോട് വിമുഖതയുള്ള വ്യക്തിശൂന്യവാദികളെയും ചൈതന്യ ഭഗവാൻ കീഴടക്കി. ശ്രീല പ്രഭുപാദ് കി ജയ്. സോ വളരെ മനോഹരമായിട്ട് ശ്രീല പ്രഭുപാദ് നമുക്ക് ഈ ഒരു ശ്ലോകത്തിന്റെ ഡിസ്ക്രിപ്ഷൻ തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേർപ്പോട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ്. സോ ബലദേവ് വിദ്യാഭൂഷന്റെ വളരെ ക്ലാരിറ്റി ഉള്ള, അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾസ് നമുക്ക് അദ്ദേഹത്തിന്റെ
പരിഭാഷ നമുക്ക് നൽകിക്കൊണ്ട് ആ ശ്ലോകത്തിനെ വളരെ മനോഹരമായിട്ട് ക്ലാരിഫൈ ചെയ്ത് തന്നു. അത് ക്ലിയർലി ഇസ് ടോക്കിംഗ് അബൌട്ട് ലോർഡ് ചൈതന്യ. സോ ഇനി അടുത്തത് നമുക്ക് നിഷ്ഠ ശാന്തി പരായണ എന്ന വാക്കിന് ഒരു കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ആണ് അടുത്ത ശ്ലോകത്തില് ശ്രീ കൃഷ്ണരാജ് കവിരാജ ഗോസ്വാമി തരുന്നത്. എന്താ നമുക്ക് നോക്കാം. വ്യക്തകരി ഭഗവത്തെ കാഹേ ബാര ബാര കലിയുഗേ ധർമ്മ നാമ സങ്കീർത്തന സാരാം. So what is saying? വ്യക്തകരി ഭഗവത്തെ കാഹേ ബാര ബാര കലിയുഗ ധർമ്മ നാമ സങ്കീർത്തന സാര. ഹരിനാമ സങ്കീർത്തനമാണ് കലിയുഗ ധർമ്മം എന്ന് ശ്രീമദ് ഭാഗവതം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. വ്യക്തകരി, that is very clearly stating, വ്യക്തകരി ഭാഗവത്തെ കഹേ ബാരംബാര, റിപ്പീറ്റഡ്ലി, ബാർ ഹിന്ദിയിൽ പറയുന്നത് പോലെ ബാര എന്ന് പറഞ്ഞാല് റിപ്പീറ്റഡ്ലി ശ്രീമദ് ഭാഗവതം is saying കലിയുഗേ ധർമ്മ നാമ സങ്കീർത്തന സാര. ഹരിനാമ സങ്കീർത്തനമാണ് കലിയുഗ ധർമ്മം എന്ന് ശ്രീമദ് ഭാഗവതം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അത് തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മളുടെ എല്ലാവരുടെയും മുൻപിൽ നമുക്ക് കൊണ്ട് തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ലക്ഷ്യവും നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഓക്കെ, സോ അടുത്തത് അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, സോ ഇനിയും ഈ ശ്ലോകം മുതൽ ഇപ്പം ശ്ലോക വിച്ച് വി സോ 50 മുതൽ 50 അടുത്ത 83-ാമത്തെ ശ്ലോകം വരെ അതിനെ ഭഗവാന്റെ ആ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീമദ് ഭാഗവത്തില് ഒരു ശ്ലോകമുണ്ട്, വളരെ മനോഹരമായ ഒരു ശ്ലോകം നമുക്കറിയാം. അടുത്ത 52nd ശ്ലോകയിലേക്ക് നമ്മൾ അതിലേക്ക് വരികയാണ്. സോ വെൻ വി റീച്ച് ദർ വിൽ ടെൽ യു. സോ 50 ശ്ലോകം നോക്കി. ഇനി 51-ാമത്തെ ശ്ലോകയിൽ ഈ ദ്വാപര ഉർവീശ സ്തുവന്തി ജഗദീശ്വരം നാനാതന്ത്ര വിധാനേന കലാവപി യഥാശൃണു. സോ വാട്ട് ഈസ് ടോക്കിംഗ് ഹിയർ ഈസ്, ഇത് ശ്രീമദ് ഭാഗവത്തിലെ ശ്ലോകമാണ്. ഈ ദ്വാപര ഉർവീശ സ്തുവന്തി ജഗദീശ്വരം നാനാതന്ത്ര വിധാനേന കലാവപി യഥാശൃണു. അല്ലയോ രാജാവേ, ദ്വാപര യുഗത്തിൽ ജനങ്ങൾ ജഗദീശ്വരനെ ഇപ്രകാരം ആരാധിച്ചു വന്നു. കലിയുഗത്തിലും ശാസ്ത്രവിധി പ്രകാരം ജനങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നു. ദയവായി അതിനെക്കുറിച്ച് ഇപ്പോൾ എന്നിൽ നിന്ന് ശ്രവിക്കുക. ശ്ലോകം ശ്രീമദ് ഭാഗവത്തിലെ 11:5:31 ഖരവാചന മുനി പറയുന്നതാണ്. സോ നൗ ശ്ലോക നമ്പർ 52. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധമായ ശ്ലോകമാണ്. കൃഷ്ണവർണം ദ്വിസാ കൃഷ്ണം സാംഗോപാംഗസ്തഭാശ്വതം യജ്ഞൈ സങ്കീർത്തന പ്രായേർ യജന്തീഹി സുമേധസഃ. സോ നൗ ഇവിടെ മുതല് അടുത്ത ശ്ലോക നമ്പർ 83 വരെ Krishnaraj Kaviraj Goswami is trying to make us understand what this shloka meant to. അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവിടെ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി പറയുകയാണ്. സോ നമുക്ക് വിവർത്തനം നോക്കാം. കലിയുഗത്തിൽ കൃഷ്ണന്റെ തിരുനാമങ്ങൾ സദാ കീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവത അവതാരത്തെ സുബുദ്ധിയുള്ളവർ നാമസങ്കീർത്തന യജ്ഞത്തിലൂടെ ആരാധിക്കുന്നു. അവിടുത്തെ ദിവ്യരൂപത്തിന് കൃഷ്ണ നിറമില്ലെങ്കിലും അവിടുന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ. സ്വന്തം സഹചരന്മാരും ഭൃത്യന്മാരും അസ്ത്രങ്ങളും പാർഷദന്മാരും അവിടുന്ന് അകമ്പടി സേവിക്കുന്നു. സോ വളരെ സ്പെസിഫിക് ആയിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിനെ ശ്രീമദ് ഭാഗവതത്തില് വളരെ മുൻപ് തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ കലിയുഗത്തിലെ ധർമ്മം എന്ന് പറയുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അല്ലെങ്കിൽ ഈ കലിയുഗ ധർമ്മമാണ്, കലിയുഗത്തിലെ ധർമ്മം എന്ന് പറയുന്ന ഹരിനാമ സങ്കീർത്തനമാണ് എന്ന് സ്പെസിഫൈ ചെയ്തതിന് ശേഷം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിനെ കുറിച്ച് കൃഷ്ണവർണം ത്വിസാ കൃഷ്ണം. So what he is doing is not in the color of Krishna. Krishna varnam, Krishna means like blackish blue, bluish black. So varnam alla, Krishna varnam tvisa Krishnam. He is not in the color of Krishna. He is not in the complexion. Sango pangastra pashutam. He is accompanied by his associates, servants, weapons and confidential companions. എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. സാങ്കോ പാങ്ക അസ്ത്ര പാർഷദം എല്ലാവരും കൂടെ ഉണ്ട്. But what is his weapon? Yajñai Sankirtana Prayir. What is his yajña? Sango Pangas Yajñai Sankirtana Prayir is in Kali Yuga. So Yajñai Sankirtana Prayir Yajandi his Sumethasaha. What is the speciality? Only intelligent class accepts this.
സുമേധസഹ, that means intelligent class. മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധി, വളരെ ബുദ്ധിമതിമാരായ ആൾക്കാർ മാത്രമാണ് ഈ സങ്കീർത്തന യജ്ഞം സ്വീകരിക്കുന്നത്. ഇൻ കലിയുഗ ഇന്റലിജന്റ് പേഴ്സൺസ് പെർഫോം കോൺഗ്രിഗേഷണൽ ചാന്റിംഗ് ഹു വർഷിപ്പ് ദാറ്റ് ഇൻകാർണേഷൻ. സോ അങ്ങനെ സങ്കീർത്തന എന്ന് പറയുമ്പോൾ ദിസ് ഈസ് നമുക്ക് ഈ കലിയുഗത്തിലേക്ക് ഈ സങ്കീർത്തനത്തിനെ കൊണ്ട് തന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. സോ വി ആർ വർഷിപ്പിംഗ് ലോർഡ് ചൈതന്യ ത്രൂ സങ്കീർത്തന or through സങ്കീർത്തന or through ചൈതന്യ we are worshiping സങ്കീർത്തന. സോ ശ്രീല പ്രഭുപാദിയുടെ ഭാവാർത്ഥം. ഈ ശ്ലോകം ശ്രീമദ് ഭാഗവത്തിൽ 11:5-32 നിന്നുള്ളതാണ്. ശ്രീല ജീവ ഗോസ്വാമി തന്റെ ക്രമസന്ദർഭം എന്നറിയപ്പെടുന്ന ഭാഗവത വ്യാഖ്യാനത്തിൽ ഈ ശ്ലോകം വിശദീകരിച്ചിട്ടുണ്ട്. കൃഷ്ണൻ സ്വർണവർണ്ണത്തിലും പ്രത്യക്ഷനാകുന്നുവെന്ന് അവിടെ അദ്ദേഹം പറയുന്നു. ആ സുവർണ കൃഷ്ണൻ ഈ യുഗത്തിൽ വിവേകശാലികളാൽ ആരാധിക്കപ്പെടുന്ന ഭഗവാൻ ചൈതന്യനാണ്. ഇത് ശ്രീമദ് ഭാഗവതത്തിൽ ഗർഗമുനിയാലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൃഷ്ണന് ശ്യാമവർണ്ണമാണെങ്കിലും അവിടുന്ന് മറ്റു 3 വർണ്ണങ്ങളിൽ കൂടി ചുവപ്പ്, വെളുപ്പ്, മഞ്ഞ പ്രത്യക്ഷനാകുന്നുവെന്ന് മുനി പറയുന്നു. ശുഭ്രവർണ്ണവും രക്തവർണ്ണവും യഥാക്രമം സത്യയുഗത്തിലും ത്രേതായുഗത്തിലും പ്രദർശിപ്പിച്ചു. അവ ശേഷിച്ച സുവർണ പീതവർണ്ണം ഗൗരഹരി എന്നറിയപ്പെടുന്ന ചൈതന്യ മഹാപ്രഭുവായി പ്രത്യക്ഷപ്പെടുന്നത് വരെ പ്രദർശിപ്പിച്ചിരുന്നില്ല. സോ ഇതിനു മുൻപ് ഇത് നൽകിയിട്ടില്ല. സോ ഇതിനു മുൻപ് ഇതുപോലൊരു അവതാരം എടുത്തിട്ടില്ല എന്ന് ഇവിടെ ശ്രീല പ്രഭുപാദ് പറയുന്നു. ഇത് മുമ്പ് ഏതെങ്കിലും ഒരു ശ്ലോകത്തിൽ ഇത് കേട്ടിട്ടുണ്ടോ? മുൻപ് ഇതുപോലെ അവതാരം ഉണ്ടായിട്ടില്ല എന്ന് വേറെ ഏതെങ്കിലും ഒരു ശ്ലോകത്തിൽ കേട്ടാൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എനിബഡി റിമെമ്പേഴ്സ്? ഇതല്ലാതെ ഇതിൽ പറയുന്ന ഇപ്പൊ ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്ന ഈ കാര്യം വേറെ ഏതെങ്കിലും ഒരു ശ്ലോകത്തിൽ കേട്ടതായിട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. സോ മൗനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മൗനം അറിയുമ്പോൾ ഇല്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. സോ ഇത് വളരെ ക്ലിയർ ആയിട്ട് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. അനർപ്പിതാചരിം ചിരാത് കരുണയാവതീർണ കലൗ സമർപ്പയിതും ഉന്നതോജ്വല രസാം സ്വഭക്തി ശ്രിയാം ഹരിപുരുട സുന്ദര ദ്വിതി കദംബ സന്ദീപിതഃ സദാ ഹൃദയ കണ്ഠരേ സ്ഫുരതുവാസച നന്ദനഃ. സോ വളരെ വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ഐ വിൽ സി, ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ഫസ്റ്റ് ചാപ്റ്റർ 4th ശ്ലോക, ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി. ലെറ്റ് മീ ജസ്റ്റ് 4 ആദിലീല 1ാമത്തെ ചാപ്റ്റർ 4th ശ്ലോക. എല്ലാവരും ഇത് ഐ ആം സോറി, കാരണം ഞാൻ ഇത് എല്ലാവരും ബൈഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതാണ്, ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി. ഇത് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ശ്ലോക, വെരി ഇമ്പോർട്ടൻറ്റ് ശ്ലോക. അതിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ യു നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ്. അനർപ്പിത ചരിം ചിരാത് കരുണയാവതീർണ കലൗ സമർപ്പയിതും ഉന്നത ഉജ്വല ശ്രിയാം ഹരി പുരുട സുന്ദര ദ്യുതി കദംബ സന്ദീപിതഃ സദാ ഹൃദയ കണ്ഠരേ സ്ഫുരതുവാസച നന്ദനഃ. സോ വാട്ട് ഡസ് ഇറ്റ് സേ? അനർപ്പിത ചരിം ചിരാത്. അർപ്പിത എന്ന് പറഞ്ഞാൽ ഗിവിങ്, നമുക്ക് നൽകുന്നു. അർപ്പിത എന്ന് പറഞ്ഞാൽ നമുക്ക് നൽകുന്നു, അല്ലെങ്കിൽ one person gives to another person. അനർപ്പിത എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് നോട്ട് ഗിവൺ, അതായത് നൽകിയിട്ടില്ലാത്തത്. എങ്ങനെ? എന്ത്? അനർപ്പിത ചരിം ചിരാത്, ഫോർ ദ ടൈം ഇമ്മമോറിയൽ, ഐ മീൻ ഫോർ ലോങ് ടൈം. ആസ് ഇറ്റ് ഇസ് സ്പെസിഫിക്കലി മെൻഷൻഡ്, എന്താ പറയുന്നത്? ഇതുവരെയുള്ള ഇൻകാർണേഷനുകളിൽ ഒരു അവതാരങ്ങളിലും, ഇതുവരെ ഭഗവാൻ എടുത്തിട്ടുള്ള അവതാരങ്ങളിൽ ഒരവതാരങ്ങളിലും നൽകാത്തതെന്തോ, what is not given so far for the last so many incarnations. That means anarpita charim chirat, for a long time, he has never given. What? Anarpita charim chirat karunayava kalau. Now he is giving out of his costless mercy. Karunayava kalau. This is out of his costless mercy he is giving. Anarpita charim chirat karunayava kalau. What he is giving? Samarpayam. He is giving it now. Samarpayam unnata ujjvala shriyam. The topmost, the highest, unnata ujjvala. Unnata എന്ന് പറയുമ്പോൾ തന്നെ is almost the highest. അതിലും ഉജ്ജ്വല, the best out of the best, the
ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വസ്തു he is giving. What? അനർപ്പിതാചരിം ചിരാത് കരുണയാവതീർണ കലൗ സമർപ്പയിതും ഉന്നത ഉജ്ജ്വല ശ്രിയാം. What is that? I forgot the sloka. Hari അനർപ്പിതാചരിം ചിരാത് കരുണയാവതീർണ കലൗ സമർപ്പയിതും ഉന്നത ഉജ്ജ്വലരാം സ്വഭക്തി ശ്രിയാം. That is what? Swabhakti Shriyam. He is giving Krishna Bhakti. Swabhakti Shriyam. I'll read the translation. I mean, the word meaning Swabhakti. Swandam Sevanathinde Shriyam. And one Sambat. He is giving the wealth of his own devotion. Devotion to him, his own, either towards him. Swabhakti Shriyam. So, what is giving? Unnata Ujjvala Rasam, the highest mellow. He is giving the highest mellow. I'll repeat it once again. ഇത്രയും പ്രാവശ്യം ഞാൻ പറയുമ്പോൾ തന്നെ you should have by-hearted this. You might be by-hearting this. അനർപ്പിതാചരിം ചിരാത് കരുണയാവതീർണ കലൗ സമർപ്പയിതും ഉന്നത ഉജ്ജ്വല രസാം സ്വഭക്തി ശ്രിയാം. ഉന്നത ഉജ്ജ്വല രസം. രസം എന്ന് പറഞ്ഞാൽ ദ മെലോ, ഭഗവാനോടുള്ള റിലേഷൻ. എന്താണ് ഉന്നത ഉജ്ജ്വല രസം എന്ന് പറയുന്നത്? വാട്ട് ഇസ് ദ ഹയസ്റ്റ് രസം? ക്യാൻ എനിവൺ സേ? പ്രേമരസം. പ്രേമരസം, മാധുര്യരസം. ഹി ഈസ് ഗിവിംഗ് ദ മാധുര്യരസ ടു ഓൾ ഓഫ് us. നമുക്ക് എല്ലാവർക്കും അത് ഇതുവരെ ആരും നൽകിയിട്ടില്ല എന്നാണ്. നോബഡി ഹാസ് ഗിവൺ to this material world the highest devotion in the conjugal relation with Krishna in conjugal love. So that ആരും ഒരു സ്ഥലത്ത് പോലും നൽകിയിട്ടില്ല. അത് I think that is a time when I asked this question also, that ആരാണ് ഈ രാധാകൃഷ്ണ പ്രേമത്തിനെ കുറിച്ച് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് പറഞ്ഞത് എന്നൊരു ചോദ്യം തന്നെ ഞാൻ ചോദിച്ചു. ഓർമ്മയുണ്ടോ? Anybody remember that? ആരാണ് കൊണ്ടുവന്നത്? ആരാണ് മതി? ആരാണ്? കേൾക്കാൻ വയ്യ. രാധാ ഗോവിന്ദം എഴുതിയത് ജയദേവ ഗോസ്വാമി. കറക്റ്റ്, ജയദേവ ഗോസ്വാമി. യെസ്, ജയദേവ ഗോസ്വാമി. രാധാ ഗോവിന്ദ, ഗീതാ ഗോവിന്ദം. സോ ജയദേവ ഗോസ്വാമികൾ ആദ്യം ഈ ഭൂമിയിൽ നമുക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം മാധവേന്ദ്രപുരിയിൽ നിന്ന് ചൈതന്യ മഹാപ്രഭു. ബട്ട് ചൈതന്യ മഹാപ്രഭു ഈസ് ഗിവൺ ടു he has opened it to all world, whole world. So he is the one who brought this. I mean, he was so merciful to give it to us. Adana anarpida charim chat karunayavatirna kalau samarpaidum unnata ujjwala rasam swabhakti shriyam. So കൃഷ്ണനെ സേവിക്കുന്നതിന്, കൃഷ്ണനെ പ്രേമിക്കുന്നതിന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആ രസമാകുന്ന ഉന്നത ഉജ്ജ്വല രസം, അതായത് ആ രാധാകൃഷ്ണ പ്രേമരസം, കോൺജുഗൽ ലവ് എന്ന് പറയുന്നതാണ് നമുക്ക് ഇതുവരെ ഒരവതാരങ്ങളിലും നൽകാത്തത് നമുക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭു കൊണ്ടു തന്നത്. That is his incarnation. That is Chaitanya Mahaprabhu. So, Rasam, it is very difficult to understand him. So he is trying. Adeham Swayam, Sri Chaitanya Mahaprabhu endana ശ്രമിക്കുന്നത്? He is trying to relish the love in separation from himself. Chaitanya Mahaprabhu സ്വയം അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ ലവ് ഇൻ സെപ്പറേഷൻ അനുഭവിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിൽ കൂടി. സോ that is ചൈതന്യ മഹാപ്രഭു is trying to give us. കൃഷ്ണവർണ്ണം എന്നാൽ കൃഷ്ണനെ സദാ വർണ്ണിക്കുന്ന ശ്രീകൃഷ്ണ ചൈതന്യൻ തന്നെ എന്നാണ് സാരമെന്ന് ശ്രീല ജീവ ഗോസ്വാമി വിശദീകരിക്കുന്നു. സോ ദിസ് അനദർ ഇതാണ് നമ്മളുടെ ആചാര്യന്മാരുടെ ഗുണം. സോ ഹൗ ദ വേർഡ്സ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ്. സോ നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ കൃഷ്ണവർണ്ണം എന്ന് പറഞ്ഞാൽ യെസ്, ഇറ്റ് ക്യാൻ ബി സെഡ് ലൈക്ക് ദാറ്റ്. ഇത് കൃഷ്ണാസ് കളർ. കൃഷ്ണാസ് കളർ മീൻസ് ബ്ലാക്ക് ഇൻ കളർ, ശ്യാമവർണ്ണം. സോ ബട്ട് ജീവ ഗോസ്വാമി സേസ് കൃഷ്ണവർണ്ണം എന്നാൽ കൃഷ്ണനെ സദാ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്ന ചൈതന്യ മഹാപ്രഭു. ദാറ്റ് ഇസ് വാട്ട് ചൈതന്യ മഹാപ്രഭു. കൃഷ്ണവർണ്ണവും കൃഷ്ണ ചൈതന്യനും സമമാണ്. കൃഷ്ണ എന്ന നാമം കൃഷ്ണ ഭഗവാനിലും ശ്രീകൃഷ്ണ ചൈതന്യനിലുമുണ്ട്.
ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണ് എങ്കിലും എല്ലായ്പ്പോഴും കൃഷ്ണനെ വർണ്ണിക്കുന്നതിലും അവിടുത്തെ നാമരൂപങ്ങൾ കീർത്തിക്കുന്നതിലും സ്മരിക്കുന്നതിലും മുഴുകി അതീന്ദ്രിയ പരമാനന്ദം ആസ്വദിക്കുന്നു. പരമസത്യത്തിന്റെ സർവോচ্ച ശിഖരത്തെ ലോകർക്കിടയിൽ പ്രചരിപ്പിക്കുവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായി ശ്രീ ചൈതന്യ ഭഗവാനായി അവതരിക്കുന്നത്. ശ്രീ ചൈതന്യൻ എല്ലായ്പ്പോഴും കൃഷ്ണന്റെ ദിവ്യനാമം കീർത്തനം ചെയ്യുകയും അതേക്കുറിച്ച് വർണ്ണിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് കൃഷ്ണൻ തന്നെ ആയതിനാൽ അവിടുന്ന് സന്ധിക്കുന്നവരെല്ലാം സ്വയമേ കൃഷ്ണന്റെ ദിവ്യനാമം ജപിക്കുകയും പിന്നീട് അതേക്കുറിച്ച് മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. കീർത്തനം ചെയ്യുന്നവനെ അതീന്ദ്രിയ ആനന്ദത്തിൽ അലിയിക്കുന്ന ദിവ്യമായ കൃഷ്ണാവബോധം അവിടുന്ന് ഒരുവനിൽ സന്നിവേശിക്കുന്നു. എല്ലാവർക്കും മുമ്പിൽ നേരിട്ടോ അല്ലെങ്കിൽ ശബ്ദരൂപത്തിലോ അവിടുന്ന് കൃഷ്ണനായി അവതരിക്കുന്നു. അവിടുന്ന് കാണുന്ന മാത്രയിൽ ഒരുവൻ കൃഷ്ണ ഭഗവാനെ സ്മരിക്കുന്നു. അതുകൊണ്ട് ഒരുവൻ മഹാപ്രഭുവിനെ വിഷ്ണു തത്വമായി സ്വീകരിക്കണം. ഇനിയും വ്യക്തമായി പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ്. സോ ഇതില് ചില പ്രഭുപാദ് പറയുന്നുണ്ട്, ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനെ കാണുന്നവര്, അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ വിൽ ബി ഏബിൾ ടു റിമെമ്പർ കൃഷ്ണ. ഭഗവാൻ കൃഷ്ണനെ അങ്ങനെ ഓർക്കുന്നു. അതുപോലെ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ആര് അദ്ദേഹത്തുമായി സമ്പർക്കത്തിൽ വരുന്നുവോ he gives കൃഷ്ണ പ്രേമ ടു ഹിം. സോ ചൈതന്യ ചരിതാമൃതത്തില് എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് നൗ നമ്മുടെ സമയം കഴിയാറായി. സോ മേ ബി നെക്സ്റ്റ് ടൈം ഓർ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തൊരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു അവസരം വരുമ്പോൾ നമുക്ക് വി ക്യാൻ ടോക്ക് അബൌട്ട് ദാറ്റ്. ചൈതന്യ മഹാപ്രഭു ഹൗ ഹി ഡെലിവേർഡ് പ്രതാപരുദ്ര മഹാരാജ്, അല്ലെങ്കിൽ പ്രതാപരുദ്ര മഹാരാജാവിന് ഭഗവത് പ്രേമം അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭു കൃപ നൽകിയത് എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു പാസ്റ്റ് ടൈം. ദാറ്റ്സ് മൈ പേഴ്സണൽ ഫേവറേറ്റ്, വെരി ബ്യൂട്ടിഫുൾ, വെരി സൂപ്പർ എക്സ്റ്റാറ്റിക് പാസ്റ്റ് ടൈം ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രതാപരുദ്ര മഹാരാജാവുമായിട്ടുള്ള ആ ഡീലിംഗ്, ഹൗ ഹി ഡെൽറ്റ്. സോ അത് വളരെ മനോഹരമായിട്ട് ചൈതന്യ ചരിതാമൃതത്തിൽ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. സോ മേ ബി മറ്റൊരു അവസരത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. സോ ദാറ്റ് മീൻസ് അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, whomever he meets he gives കൃഷ്ണ പ്രേമ. ആരെയൊക്കെ ചെന്ന് ആലിംഗനം ചെയ്യുന്നുവോ അവർക്കൊക്കെ കൃഷ്ണ പ്രേമം. ഇറ്റ്സ് ലൈക്ക് എ കണ്ടേജിയസ് ഡിസീസ്. നമുക്കറിയാം ഇപ്പൊ എല്ലായിടത്തും H1N1 ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ റൂമേഴ്സ് ഒക്കെ ഉണ്ട്. പല ആൾക്കാർ ഇപ്പൊ എല്ലാവരും മാസ്ക് ഒക്കെ വീണ്ടും ധരിക്കാൻ തുടങ്ങി. സോ അതേപോലെ ലൈക് കൃഷ്ണ കോൺഷ്യസ്നെസ് ഈസ് ഓൾസോ കണ്ടേജിയസ്. ഇറ്റ്സ് നോട്ട് ഡിസീസ് ഓഫ് കോഴ്സ്, ഇറ്റ്സ് കണ്ടേജിയസ്. ബട്ട് സോ അങ്ങനെ ചൈതന്യ മഹാപ്രഭു ആരെ ഒക്കെ ചെന്ന് ആലിംഗനം ചെയ്യുന്നുവോ it spreads, or that person transforms, or that person changes to ecstatic condition. So ഇത് വളരെ മനോഹരമായ ഒരു പാസ്റ്റ് ടൈം ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ മേ ബി നെക്സ്റ്റ് ടൈം വിൽ ട്രൈ ടു ഡിസ്ക്രൈബ് ഓൺ ദാറ്റ്. സോ സാങ്കോപാംഗസ്ത്ര പാർഷദം എന്ന പദങ്ങൾ ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയെന്ന് കൂടുതലായി ധ്വനിപ്പിക്കുന്നു. അവിടുത്തെ തിരുവുടൽ സദൈവ ചന്ദന ആഭരണങ്ങളാലും ചന്ദന കുഴമ്പിനാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. തന്റെ സർവോത്കൃഷ്ടമായ സൗന്ദര്യത്താൽ അവിടുന്ന് യുഗത്തിലെ മുഴുവൻ ജനങ്ങളെയും കീഴടക്കുന്നു. മറ്റ് അവതാരങ്ങളിൽ ഭഗവാൻ ചിലപ്പോൾ ആസുരിക സ്വഭാവങ്ങളെ പരാജയപ്പെടുത്തുന്നതിനായി തന്റെ ആയുധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ യുഗത്തിൽ ചൈതന്യ മഹാപ്രഭുവിനുള്ള തന്റെ സർവ്വ ആകർഷണീയമായ ഭംഗിയാൽ തന്നെ അവിടുന്ന് അവരെ പരാജയപ്പെടുത്തുന്നു. അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനുള്ള അവിടുത്തെ അസ്ത്രം അവിടുത്തെ നിരുപമ സൗന്ദര്യം തന്നെയാണെന്ന് ശ്രീ ജീവ ഗോസ്വാമി വിശദീകരിക്കുന്നു. അവിടുന്ന് സർവാകർഷണീയനായതിനാൽ എല്ലാ ദേവന്മാരും സഖാക്കളായി അവിടുത്തോടൊപ്പം ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കണം. അവിടുത്തെ പ്രവൃത്തികൾ അസാധാരണവും സഹചാരികൾ അതിശയിപ്പിക്കുന്നവരുമാണ്. സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിക്കുമ്പോൾ അവിടുന്ന് അനേകം മഹാപണ്ഡിതന്മാരെയും ആചാര്യന്മാരെയും ആകർഷിച്ചു. പ്രത്യേകിച്ചും ബംഗാളിലും ഒറീസയിലും ഉള്ളവരെ ശ്രീ ചൈതന്യൻ എല്ലായ്പ്പോഴും നിത്യാനന്ദ പ്രഭു, അദ്വൈത പ്രഭു, ഗദാധരൻ, ശ്രീവാസൻ തുടങ്ങിയ ശ്രേഷ്ഠമായ സഹചാരന്മാരിൽ അനുഗമിക്കപ്പെടുന്നു. നാം യജ്ഞപരമായ പ്രകടനങ്ങളോ ആചാര ചടങ്ങുകളോ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്ന ഈ ശ്ലോകം വൈദിക സാഹിത്യത്തിൽ നിന്ന് ശ്രീല ജീവ ഗോസ്വാമി എടുത്തു കാട്ടുന്നു. അത്തരം ബാഹ്യമായ ആഡംബര പ്രകടനങ്ങളിൽ വ്യാപൃതരാകുന്നതിന് പകരം ജാതി വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ സർവ്വജനങ്ങൾക്കും ചൈതന്യ ഭഗവാനെ ആരാധിക്കുന്നതിന് ഒത്തുചേരാനും ഹരേ കൃഷ്ണ കീർത്തനം ചെയ്യാനും കഴിയുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു.
കൃഷ്ണവർണം ത്യുസാ കൃഷ്ണം എന്ന പദങ്ങൾ നാം കൃഷ്ണന്റെ നാമത്തിന് പ്രാമുഖ്യം നൽകണമെന്ന് സൂചിപ്പിക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണാവബോധം പഠിപ്പിക്കുകയും കൃഷ്ണന്റെ നാമം കീർത്തിക്കുകയും ചെയ്തു. അതിനാൽ അവിടുന്ന് ആരാധിക്കുന്നതിനായി എല്ലാവരും ഒരുമിച്ച് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം കീർത്തനം ചെയ്യണം. പള്ളികളിലും ക്ഷേത്രങ്ങളിലുമുള്ള ആരാധന പ്രചരിപ്പിക്കുക ഇനിമേൽ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ജനങ്ങൾക്ക് അതിനുള്ള താല്പര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ എവിടെയും എല്ലായിടത്തും ജനങ്ങൾക്ക് ഹരേ കൃഷ്ണ കീർത്തനം ചെയ്യാൻ സാധിക്കും. അപ്രകാരം ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുന്നതിലൂടെ അവർക്ക് ഏറ്റവും ഉന്നതമായ കർമ്മം നിർവഹിക്കാനും തദ്വാര ഭഗവാനെ സംതൃപ്തനാക്കുക എന്നാൽ അത്യുന്നത ലക്ഷ്യം നിറവേറ്റാനും കഴിയും. ശ്രീമാൻ മഹാപ്രഭുവിന്റെ ഒരു പ്രശസ്ത ശിഷ്യനായ ശ്രീല സർവഭൗമ ഭട്ടാചാര്യൻ ഇപ്രകാരം പറഞ്ഞു: അതീന്ദ്രിയമായ ഭക്തിയുത സേവനത്തിന്റെ തത്വം അന്യപ്പെട്ടു പോയപ്പോൾ ഭക്തിയുടെ ആ പ്രക്രിയയെ വീണ്ടെടുക്കുന്നതിന് ശ്രീകൃഷ്ണ ചൈതന്യം പ്രത്യക്ഷനായിരിക്കുകയാണ്. അവിടുന്ന് അത്യന്തം കരുണാമയനായതിനാൽ കൃഷ്ണപ്രേമം വിതരണം ചെയ്യുന്നു. എല്ലാവരും അവിടുത്തെ പാതാരവിന്ദങ്ങളിലേക്ക് അധികം ആകർഷിക്കപ്പെടണം. മൂളിപ്പറക്കുന്ന തേൻവണ്ടുകൾ താമരപ്പൂവിലേക്ക് എന്ന പോലെ. ഹരിഹി ഓം തത്സത്. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ശ്രീ ചൈതന്യ മഹാപ്രഭു കി ജയ, ശില പ്രഭുപാദ് കി ജയ, നിതായ് ഗൗർ സിദ്ധാർത്ഥ് പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇത്രയും നേരം ക്ഷമയോടുകൂടി കേട്ടിരുന്നതിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി. ആർക്കെങ്കിലും എന്തെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ഗ്ലോറീസ് ടു മൈ ഗുരു മഹാരാജ് ആൻഡ് ശില പ്രഭുപാദ് ആൻഡ് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ നന്ദി പ്രഭുജി, വളരെ നന്ദി. നല്ല സൂപ്പർ ആയിരുന്നു. കൃഷ്ണ പ്രഭുജി പ്രണാമം. ഹരേ ശ്രീ. ഹരേ കൃഷ്ണ പ്രഭുജി. ഒന്നും അറിയാത്തത് കൊണ്ട് വലിയ സംശയമൊന്നുമില്ല പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പൊ ഒന്നും മനസ്സിലായില്ല എന്നല്ലേ പറയണ്ടേ? ഇല്ല, ഇതുവരെയുള്ളത് മനസ്സിലായി. പക്ഷെ കൂടുതൽ ചോദിക്കാൻ എന്തെങ്കിലും ഒരു അറിവ് വേണ്ടേ പ്രഭുജി? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. അച്ഛൻ പഠിക്കാൻ ശ്രമിക്കട്ടെ പ്രഭുജി. കാരണം അന്നത്തെ സമയം ഞങ്ങൾക്ക് പരീക്ഷയായിരുന്നു, അതുകൊണ്ടാണ് പഠിക്കേണ്ടിയിരുന്നത്. വളരെ മനോഹരമായ ശ്ലോകമാണ്. അത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ചൈതന്യ മഹാപ്രഭു ആരാണ്, അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം എന്താണ് അദ്ദേഹം നമുക്ക് തന്നത് എന്നറിഞ്ഞെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ മഹത്വം നമുക്ക് അറിയുകയുള്ളൂ. സോ ദാറ്റ് ശ്ലോക ഈസ് വെരി ഇമ്പോർട്ടന്റ്. അനർപ്പിത ചരഞ്ചിരാത് എന്ന് പറയുന്നത്, ഇത് ഒന്നാമത്തെ ആദിലയിലെ 1-ാമത്തെ അധ്യായം 4-ാമത്തെ ശ്ലോകം. സാധിക്കുമെങ്കിൽ ആഴ്ചയിൽ പഠിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാക്കിയുള്ള ശ്ലോകമായിട്ട് ഇത് വരുമ്പോ പ്രശ്നമാവും, അതുകൊണ്ടായിരുന്നു. ഓക്കെ. വേറെ എന്താണ് പഠിക്കുന്നത്? വേറെ അല്ല, ഭക്തിശാസ്ത്രിയുടെ ഭക്തിശാസ്ത്രം കഴിഞ്ഞില്ലേ മാതാജി? കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞു. അല്ല, അന്ന് പ്രഭുജി പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് എക്സാമിന്റെ ടൈം ആയിരുന്നു. ഓക്കെ. ശരി. നോ പ്രോബ്ലം. ഓക്കെ. ഹരേ കൃഷ്ണ. സോ ആർക്കും സംശയമൊന്നും ഇല്ല എങ്കിൽ വി വിൽ എൻഡ് ദ സെഷൻ നൗ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കഥാമത പ്രഭു.